എൻ്റെ കുഞ്ഞടാവേ ഇങ്ങോട്ട് വന്നേക്കല്ലേ. ഒരു ആവറേജ് ഫുഡ് 450 രൂപയ്ക്ക് ഒന്നുമില്ല. ചായ ഇങ്ങനെ വേണം ഫ്രണ്ട്സായി. അപ്പോൾ നാളെ വീട്ടിൽ പോവാണ്. നാളെ പരീക്ഷ ഉണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ കണ്ടല്ലോ, ഇനി അങ്ങോട്ട് പോകുന്ന കൂടെ കാണിച്ചു തരാമേ. എന്നെ കൊണ്ടുവരാൻ വന്നേ. ബൈക്കും കൊണ്ടാണ് വന്നേ. ചായ കുടിക്കാൻ പാ. ഇതെന്ത് ക്യാരറ്റാ? ഇതെന്താ നിനക്ക് ക്യാരറ്റ്? അൽഫാമോ? റിച്ച് ഫാമിലി. അത് ഈ ബാഗ് ഇവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയി. എനിക്ക് കുടിക്കാണ്ട് വന്നു കേട്ടോ. അതിനെ എനേപ്പിച്ച് ഒക്കട് കയറുന്നില്ല നിൻ്റെ. ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് നടന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ലേറ്റായി, ഭയങ്കരമായിട്ട് ഇരുട്ടി. അപ്പോൾ ലൈറ്റ് അടിച്ച് കയറി പോവാ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് അടിക്കാൻ കിടന്നുറങ്ങുകയാണ് പരിപാടി. നാളെ കാണട്ടെ, നാളെ കുറച്ച് പരിപാടി ഉണ്ട്, കാണിച്ചു തരാം. ബൈ. ഞാൻ കേട്ടില്ല. അങ്ങനെ പറഞ്ഞു. LGയുടെ ഷോറൂം കിട്ടും പൊൻകുന്നം. വന്ന കാര്യം നടന്നില്ല. നേരെ ഞാൻ വീട്ടിൽ പോവാം. മഴക്കുമ്പോൾ തന്നെയാണ് വീട്ടിൽ പോയത്. ബൈ. കപ്പയും മീൻകറിയും കഴിക്കാൻ പോകുന്ന പോക്കാണ് ഗൈസ്. റോക്സൈഡൊക്കെയാണ്. അങ്ങനെ ഹോട്ടലെത്തി വീട്ടിലേ പോകും. കപ്പയും മീൻകറിയും തീർന്നു. എന്നാ ചെയ്യും? അവിടുത്തെ വണ്ടി തിരിച്ചോട്ട് വന്നു. ഞങ്ങൾ ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കി കഴിച്ചു. കപ്പയും മീൻകറി കഴിക്കാനാണ്, പക്ഷേ തീർന്നു പോകും. അടുത്ത പ്രാവശ്യം വരാം. നിങ്ങൾ വരുവാണെങ്കിൽ കപ്പയും മീൻകറി ഒന്ന് കഴിച്ചു നോക്കട്ടെ. പൊൻകുന്നം അവിടെ ഒരു പമ്പുണ്ട് ആ സൈഡ്. പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ്. ഓക്കെ. ഞങ്ങൾ പൊൻകുന്നത്തൊന്നും കഴിക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ അവിടെ നിന്നും നമുക്ക് സാധനം കിട്ടിയില്ല. ഞങ്ങൾ കള്ളിഷാപ്പിൽ വന്ന് അവിടെ അപ്പവും ബീഫും മേടിച്ചു. അപ്പോൾ ഞാൻ അപ്പവും ബീഫും മേടിച്ചു, അച്ഛന് അപ്പവും പന്നിക്കറിയും മേടിച്ചു. അപ്പോൾ വെയിറ്റിംഗ് ആണ്, സാധനം പറ്റേ എന്നിട്ട് കഴിച്ചു. എൻ്റെ കുഞ്ഞടാവേ ഇങ്ങോട്ട് വന്നേക്കല്ലേ. ഞങ്ങൾ ഇവിടുത്തെ ഈ ഷാപ്പിലോട്ടോ കയറിയത്. എന്നെ കഴിച്ച് അപ്പം ബീഫ് പന്നി കഴിച്ച് മൊത്തത്തിൽ 450 രൂപയായി. കള്ളിഷാപ്പെന്ന് മാറ്റി വീട്ടിലൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. വലിയ ദിവസമൊന്നുമില്ല. അല്ല, ഒരു ആവറേജ് ഫുഡ് 450 രൂപയ്ക്ക് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ ക്രിസ്മസ് സ്കൂളിലെ ഗ്രൗണ്ടിൽ വന്നിരിക്കും കേട്ടോ.
അപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അടുത്ത ദിവസം സ്പോർട്സിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനാണ് കൊണ്ടുവന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ഹാമർത്രയാണ് ഐറ്റം. ഇപ്പോൾ വണ്ടിക്കകത്തിരിപ്പുണ്ട് സാധനമെല്ലാം. ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് റെഡി ആയിട്ട് നമുക്ക് രണ്ടും സ്ലോ ഒക്കെ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ. സോ അതെ, ഞങ്ങൾ പ്രാക്ടീസും കാലമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം കണ്ടായിരിക്കും നല്ലൊരു ക്ഷീണിച്ച് മടുത്ത്. പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. സമയം ഓൾമോസ്റ്റ് 5 മണിയായി. എന്താ ഇപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടക്കുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ. ഇപ്പോൾ നാളെ കോളേജിൽ പോകണം. ബൈ.